പക്ഷേ ഫിസിക്കൽ പ്രൊഡക്റ്റിനെക്കാട്ടിയും ഈസിയായി ഏൺ ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ക്യാൻവ തന്നെയാണ് കേട്ടോ. ക്യാൻവയിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇ ബുക്സിൻ്റെത്. ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷിപ്പിങ്ങും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല, അതാണ് സത്യം. ഇത് വന്നത് തന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഓൺലൈനിലൂടെ പണം സമ്പാദിക്കാം എന്നുള്ള വീഡിയോസും ന്യൂസും ആഡ്സും ഒക്കെ നാം ദിനേന കാണാറുണ്ട്. പക്ഷെ ചിലർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തവരായിരിക്കാം. എങ്കിൽ മറ്റു ചിലരാകട്ടെ ചിലതൊക്കെ പരീക്ഷിച്ചിട്ടും ഒന്നും നേടാതെ ക്വിറ്റ് ചെയ്തവരായിരിക്കാം. ശരിയാണ്, ഒരുപാട് രീതിയിൽ ഒരുപാട് പേര് പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും സ്യൂട്ടാവില്ല എന്നതാണ് സത്യം. പക്ഷെ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. കുറച്ചൊക്കെ എഫേർട്ട് എടുക്കാൻ മനസ്സുള്ളവർക്ക് നന്നായിട്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആദ്യമായി ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓൺലൈനായി സൃഷ്ടിക്കുകയും ഓൺലൈനായി വിൽപ്പന നടത്തുകയും വിതരണം ചെയ്യുകയും പണം കൈമാറുകയും ചെയ്യുന്ന ഉൽപ്പന്നമാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. എക്സാമ്പിൾ മാസ്റ്റർ ക്ലാസ്, വർക്ക് ഷോപ്പ്, ഓഡിയോ ബുക്സ്, കോഴ്സസ്, ഗൈഡ്സ്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്തും സെയിൽ ചെയ്യാം. നമ്മുടെ പാഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓൺലൈനിലൂടെ സെയിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഏതൊരു കാര്യത്തെക്കുറിച്ചും, അതായത് മറ്റുള്ളവർ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതൊരു കോഴ്സായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ഇ ബുക്സ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ലൈക്ക് നിങ്ങളൊരു ബേക്കിങ്ങിൽ കഴിവ് തെളിയിച്ച ഒരാളാണെങ്കിൽ പല റെസിപ്പീസും സെപ്പറേറ്റ് ചെയ്തിട്ട് ബുക്സായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എഗ്ലെസ് ബേക്കിംഗ് 101, ഹോം മെയ്ഡ് ബ്രെഡ് ബേക്കിംഗ് സീക്രട്ട്, ക്രിസ്മസ് കുക്കീസ് ബേക്കിംഗ്, ഫ്ലഫീസ് വെജിറ്റേറിയൻ കേക്ക്സ്. ഇനി നിങ്ങളുടെ പാഷൻ ഡ്രസ് മേക്കിംഗ്, അതായത് ടൈലറിങ് മേഖലയിലാണെങ്കിൽ ഫ്രോക്സിൻ്റെ ഫ്ലയറിൻ്റെ സീക്രട്ട് ഓഫ് സക്സസ്ഫുൾ ഓൺലൈൻ സെയിൽസ്, അച്ചീവിങ് പെർഫെക്ഷൻ ഇൻ അവർ ഡ്രസ്സസ്, പ്രൊഡക്റ്റ് ഫോട്ടോസിൻ്റെ സീക്രട്ട്, അങ്ങനെ പല ടോപ്പിക്സിലും നമുക്ക് ബുക്സായിട്ടും വീഡിയോസായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആർക്ക് സെയിൽ ചെയ്യും എന്നവരെ കുറിച്ചുള്ള ഒരു ജ്ഞാനം, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. പല മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവും. ന്യൂട്രീഷൻസ്, ഡാൻസിങ്, ഫോട്ടോഗ്രാഫിക്സ്, ഗ്രാഫിക് ഡിസൈനർ, മോട്ടിവേഷൻ സീക്രട്ട്, പാരൻറ്റിങ്, മലബാറിയൻ കിച്ചൺസ്, അങ്ങനെ ഏത് മേഖലയിലുള്ളവർക്കും ഒരുപാട് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ടോപ്പിക്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഞാൻ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. ആ സൈറ്റിലൊന്ന് സെർച്ച് ചെയ്താക്കി നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, എങ്ങനെയുള്ള പ്രോബ്ലംസാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിലൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇനി നെക്സ്റ്റ് വരുന്ന ഡൗട്ടാണ് ഹൗ ടു മേക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഇ ബുക്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ക്യാൻവ തന്നെയാണ് കേട്ടോ. ക്യാൻവയിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട് ഇ ബുക്സിൻ്റെത്. അതായത് ഓരോ പേജസ് ആയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇ ബുക്സ് ക്രിയേഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻ ഹൗ ടു സെൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്നായിരിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്ട്സൊക്കെ ഹോസ്റ്റ് ചെയ്യണം. അതിനുള്ള ഹോസ്റ്റിംഗ് പ്ലാൻസ് നമുക്ക് ചൂസ് ചെയ്യണം. സ്വന്തമായിട്ട് വെബ്സൈറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോം ഇന്ന് അവൈലബിൾ ആണ്. ലൈക്ക് ഇറ്റ്സി, ക്രിയേറ്റീവ് മാർക്കറ്റ്, ഗംറോഡ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഒരുപാട് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ലൈക്ക് സ്റ്റാൻഡ് സ്റ്റോറ്, ബികോയിൻ AI, അവിടെ നിന്നൊക്കെ നമുക്ക് സ്പേസ് വാങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ സ്കെയിൽ അനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമുക്ക് ഓരോ ഡൗൺലോഡിലും രാത്രിയും പകലും എന്നില്ലാതെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ അതിനേക്കാൾ വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് ഒരു തവണ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള ചേഞ്ചസൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ വരുത്താവുന്നതുമാണ്. നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ക്ലയൻസിനൊക്കെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം തന്നെ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഡ്രോപ്പ് ഷിപ്പിംഗ് വഴിയാണ് ഞാൻ ഓൺലൈൻ സെയിലിലോട്ട് വന്നത്. പിന്നെ റീസെല്ലിങ് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് മേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. ഷോപ്പിട്ടു. ഡ്രസ് മേക്കിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രൊഡക്റ്റിനെക്കാട്ടിയും ഈസിയായി ഏൺ ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. അതായത് ഷിപ്പിങ്ങും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല എന്നതാണ് സത്യം.
എനിക്ക് ബിസിനസ് മൈൻഡ് വന്നത് തന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയാണ് കേട്ടോ. ഓൺലൈൻ മാർക്കറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. മാത്രമല്ല ഒരുപാട് വർക്ക് ഷോപ്പ് പിന്നെയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള. അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് ഞാൻ കുറച്ച് ഡിജിറ്റൽ പ്രൊഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്തു, ടെംപ്ലേറ്റ്, റെസിൻ ടെംപ്ലേറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ സെയിൽ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പാസീവ് ഇൻകം ഗൈഡ് സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാ മേഖലയിലുള്ളവർക്കും എങ്ങനെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, എവിടെയൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടും സെയിലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.